എങ്കിൽ മലപ്പുറത്ത് നിന്ന് ഇതാ മറ്റൊരു വാർത്ത വരുന്നത് കളഞ്ഞു കിട്ടിയ സ്വർണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാണാതായി എന്നതാണ്. നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ച 10 ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് മലപ്പുറം കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാണാതായത്. വർഷങ്ങളായി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച ആഭരണങ്ങൾ ആണ് കാണാതായിട്ടുള്ളത് എന്നതാണ് വിവരം. രഹസ്യാന്വേഷണ വിഭാഗം ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, പല കാലങ്ങളിലായി ഒരുപക്ഷെ മോഷണത്തിനോ അല്ലെങ്കിൽ കളഞ്ഞു കിട്ടിയതോ ഒക്കെ ആയ സ്വർണം എന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലൊരു കൃത്യമായ കണക്കുണ്ടോ? ഏത് കാലഘട്ടം മുതൽ ലഭിച്ച സ്വർണം, എത്ര പവൻ, അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വലിയ വീഴ്ചയാണല്ലോ സംഭവിച്ചിട്ടുള്ളത്. ഏത് കാലഘട്ടത്തിലാണ് ഇത് നഷ്ടപ്പെട്ടത് എന്നതിലും വ്യക്തതയുണ്ടോ അനുമോദം? അഭിലാഷ്, കരിപ്പൂർ കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്തിൻ്റെ വാർത്തകളാണ് സാധാരണ വരുന്നതെങ്കിൽ ഇന്ന് ഈ സ്വർണ്ണമൊക്കെ സൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ അത് മോഷ്ടിച്ചു എന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് ഇത് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ കേന്ദ്രമായിട്ടുള്ളത്. 2018 മുതൽ പല കാലയളവിലായിട്ട് സ്റ്റേഷനിൽ കളഞ്ഞു കിട്ടിയ സ്വർണ്ണമൊക്കെ സൂക്ഷിച്ചിരുന്നു. ഇത്തരത്തിൽ സൂക്ഷിച്ചിരുന്ന 4 പവൻ തൂക്കം വരുന്നൊരു മാല, ഒരു കൈച്ചെയിൻ, ചെറിയ മാല, ഒരു ജോഡി കമ്മൽ, ഒരു മോതിരം എന്നിവയാണ് ഈ കാലയളവിൽ ഇപ്പോൾ കാണാതായിട്ടുള്ളത്. ഏകദേശം ഒരു 10 പവനിലേറെ തൂക്കം ഈ സ്വർണ്ണത്തിനാകെ വരും എന്നാണ് അറിയാനാകുന്നത്. ഇതിൽ 2024 ഒരു ജോഡി കമ്മലും ഒരു മോതിരവും കളഞ്ഞു കിട്ടിയത് ഏൽപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുള്ളത്. അതിനുശേഷം 2024 ഒക്ടോബറിൽ 4 പവൻ്റെ മാല ലഭിച്ചതായിട്ടും ഈ സ്റ്റേഷൻ ലഭിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട്. ഈ സ്വർണ്ണമാണ് ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് കാണാതായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഫെബ്രുവരിയിൽ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നു. അതായത് സ്റ്റേഷനിൽ ചുമതലയുണ്ടായിരുന്ന CIമാർക്കാണ്, SHOമാർക്കാണ് ഇതിൻ്റെ ചുമതലയുള്ളത്. ഈ സ്വർണം ഉരുപ്പടി സൂക്ഷിക്കേണ്ട ചുമതലയുള്ളത്. ആ കാലയളവിൽ ഇതിനു മുൻപ് ഉണ്ടായിരുന്ന SHOയുടെ ഭാഗത്ത് നിന്ന് വന്ന പിഴവാണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണാഭരണങ്ങൾ കാണാതായതിലേക്ക് വഴിവെച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഈ SHO ഒരുപക്ഷെ ഇത് അയാളുടെ ഉത്തരവാദിത്തത്തിൽ ഇത് കൊണ്ടുപോയതാകാം ഈ സ്വർണ്ണം ഇപ്പോൾ കാണാതായതിൻ്റെ കാരണമെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ തുടർ നടപടികളും ഏറെ വൈകാതെ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. അതായത് അനുമോദ്, പ്രാഥമികമായി ഇത് മോഷണം പോയത്, അതായത് പുറത്തു നിന്നുള്ള ആരും ആയിരിക്കില്ലല്ലോ, സ്വാഭാവികമായും പോലീസ് സ്റ്റേഷനകത്ത് തന്നെയാണ്. അതായത് പോലീസുകാർ തന്നെ ആണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണോ സൂചന? തീർച്ചയായും കള്ളൻ കപ്പലിൽ തന്നെ എന്നൊക്കെ പറയുന്ന അവസ്ഥ തന്നെയാണ് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലെ ഈ സ്വർണ്ണ ഉരുപ്പടി കാണാതെ അതിനെക്കുറിച്ച് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സ്റ്റേഷൻ SHOക്കെയാണ് ഈ സ്വർണ്ണത്തിൻ്റെയും അവിടെയുള്ള വസ്തുവകളുടെയും ഒക്കെ തന്നെ ഉത്തരവാദിത്വം, ചുമതലയുള്ളത്, ഉടമസ്ഥാവകാശമുള്ളത്, താൽക്കാലികമായിട്ട് സംരക്ഷണാവകാശമുള്ളത്. അത് അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ കൈവശം ആണ് ഈ സമയത്ത് ഇത് ഉണ്ടായിരുന്നത്. പക്ഷേ സ്ഥലം മാറിപ്പോവുകയോ അതിനുശേഷം പുതിയ ഉദ്യോഗസ്ഥൻ വരികയോ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ സ്വർണ്ണത്തിൻ്റെ കണക്കിൽ ഇപ്പോഴുള്ളത് കണക്കിൽ ഇത് കാണുന്നില്ല. അതായത് മുൻപ് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ അത് മാറ്റി എന്നത് തന്നെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുവാൻ അല്ലെങ്കിൽ വിലയിരുത്തുവാൻ. ഈ ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് അന്വേഷണം നടക്കുന്നത്, രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ അന്വേഷണം നടക്കുന്നത്. ASPക്ക് റിപ്പോർട്ട് നൽകുന്നത്. എന്താണെങ്കിലും ഈ ഉദ്യോഗസ്ഥൻ ഔദ്യോഗികമായിട്ട് നടപടിക്രമങ്ങൾക്ക് വിധേയനാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാനാകുന്നത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. തീർച്ചയായും ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഒക്കെ സംരക്ഷണം നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ളത്. അങ്ങനെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ലഭിച്ചിരുന്ന, അതായത് നഷ്ടപ്പെട്ട് തിരികെ ലഭിക്കുന്ന സ്വർണം അത് പോലീസുകാർ തന്നെ മോഷ്ടിച്ചു എന്നത് അതീവ ഗുരുതരമാകുന്ന ഒന്ന് തന്നെയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് CV അനുമോദ് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.